ഇതിനോടകം NDT എന്താണെന്നും അവയുടെ സർട്ടിഫിക്കേഷനുകൾ എവിടെ നിന്ന് ലഭ്യമാക്കാമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കറിയേണ്ടത് ഇവയിലെ മെത്തേഡുകൾ ഏതൊക്കെയാണ്, ഇവ എങ്ങനെ ഉപയോഗിക്കാം, ഇവയിൽ ഏതിലൊക്കെയാണ് ജോലി സാധ്യതകൾ ഏറെയുള്ളത്, ഇതൊക്കെ നമുക്ക് ഈ ക്ലാസ്സുകളിലൂടെ പഠിക്കാം. NDTയിലെ ഏറ്റവും ജോലി സാധ്യതയുള്ളതും അതിലുപരി ഏറ്റവും എളുപ്പവുമായ ഒരു മെത്തേഡാണ് പെനിട്രൻറ്റ് ടെസ്റ്റിംഗ്. PT, LPT, DPT എന്നിങ്ങനെയുള്ള 3 പേരുകളിൽ അറിയപ്പെടുന്ന ഇവ ഒന്ന് തന്നെയാണ്. ഒന്ന് ലിക്വിഡ് പെനിട്രൻറ്റ് ടെസ്റ്റിംഗ് എന്നുള്ള പേരിലും മറ്റൊന്ന് ഡൈ പെനിട്രൻറ്റ് ടെസ്റ്റിംഗ് എന്നുള്ള പേരിലും PT പെനിട്രൻറ്റ് ടെസ്റ്റിംഗ്, സിമ്പിളായിട്ട് പെനിട്രൻറ്റ് ടെസ്റ്റിംഗ് എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. മൂന്നും ഒന്ന് തന്നെയാണ്, മൂന്നിൻ്റെ സ്റ്റെപ്പുകൾ ഒന്ന് തന്നെയാണ്. NDTയിലെ ഏറ്റവും എളുപ്പമുള്ള മാർഗവും ഇത് തന്നെയാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, NDT എന്ന് പറഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാതെ അവയിൽ ഉണ്ടാവുന്ന ക്രാക്കുകളോ ഡിസ്കണ്ടിന്യൂറ്റീസോ കണ്ടെത്താനുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു മാർഗമാണ് NDT എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അക്കൂട്ടത്തിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന PT ഒരു സർഫസ് ടെസ്റ്റിംഗ് മെത്തേഡാണ്. അതായത് നമ്മുടെ മെറ്റീരിയലിൽ സർഫസിലേക്ക് ഓപ്പൺ ആയിരിക്കുന്ന ക്രാക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് PTയിൽ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുക. PTയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ PT വളരെ കോസ്റ്റ് എഫക്റ്റീവായൊരു മെത്തേഡാണ്. സർഫസിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ക്രാക്കുകൾ ഉണ്ടെങ്കിൽ മറ്റേതൊരു മെത്തേഡ് ഉപയോഗിക്കുന്നതിലും ചീപ്പായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന ഇൻസ്പെക്ടർക്ക് കഠിനമായ കാൽക്കുലേഷനുകൾ ഒന്നും തന്നെ ഇല്ലാതെ കൃത്യമായ ക്രാക്കുകൾ കണ്ടെത്താനും അത് നോട്ട് ചെയ്യാനും സാധിക്കും എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മ. ഈ ലിക്വിഡ് പെനിട്രൻറ്റ് ടെസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള NDT മെത്തേഡുകൾക്ക് സാധ്യതയുണ്ടാവുന്നത് ഭൂമിയിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന ചില ഫിനോമിനകൾ കാരണമാണ്. അക്കൂട്ടത്തിൽ NDTയിൽ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താവുന്ന PT മെത്തേഡിനെ ഹെൽപ്പ് ചെയ്യുന്നത് ക്യാപ്പിലറി റേസ് എന്ന ഫിനോമിനയാണ്. വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ അവയുടെ സൈലത്തിലും ഫ്ലോയത്തിലും ലവണങ്ങളും ജലവും മുകളിലേക്ക് കയറിപ്പോവാൻ ഉപയോഗിക്കുന്ന അതേ മെത്തേഡ് ക്യാപ്പിലറി റൈസ് തന്നെയാണ് നമ്മൾ NDTയിൽ PTയിൽ ഉപയോഗിക്കുന്നത്. ഒരു പെനിട്രൻറ്റ് ടെസ്റ്റിംഗ് ചെയ്യാനായി നമുക്ക് ആവശ്യമായി വരുന്നത് ഒരു ക്ലീനർ, ഒരു പെനിട്രൻറ്റ്, ഒരു ഡെവലപ്പർ, ഇത്രയും ആയിരിക്കും നമുക്ക് ആവശ്യമായി വരുന്നത്. അതിൻ്റെ അകത്ത് ക്ലീനർ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്പെസിമെൻ ഏത് തന്നെയാണെങ്കിലും പെനിട്രൻറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അത് വൃത്തിയായി ക്ലീൻ ചെയ്തിരിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് അവയിൽ ഇല്ലാത്ത എന്തെങ്കിലും ഡിസ്കണ്ടിന്യൂസിറ്റീസോ അതല്ലാത്ത കാര്യങ്ങളോ നമുക്ക് ചിലപ്പോൾ കാണാൻ സാധിക്കും. അത് നമ്മളെ മിസ്ലീഡ് ചെയ്യും. ഇവ അതിലുണ്ടാവുന്ന ഒരു ക്രാക്ക് ആയിരിക്കില്ല, ഒരു പക്ഷേ ഒരു ലിൻഡോ അതല്ലെങ്കിൽ ഒരു ചെളിയുടെ അംശമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ പെനിട്രൻറ്റ് കയറി പിടിച്ചാൽ അവയും നമുക്കൊരു ക്രാക്ക് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും, ക്രാക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യം പെനിട്രൻറ്റ് ടെസ്റ്റിങ്ങിലുണ്ട്. ഏറ്റവും നന്നായിട്ട് നമ്മുടെ മെറ്റീരിയൽ സർഫസ് ക്ലീൻ ചെയ്യേണ്ടത് പെനിട്രൻറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്താണ്. നമുക്ക് ഏറ്റവും വൃത്തിയായിട്ട് നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ ക്ലീൻ ചെയ്യേണ്ടത്, നമ്മുടെ എവിടെയാണോ ചെക്ക് ചെയ്യേണ്ടത് ആ പോർഷൻ നമ്മൾ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. ലിൻഡ് ഫ്രീ ആയ ക്ലോത്തുകൾ ഉപയോഗിക്കുക. ലിൻഡ് ഉണ്ടെങ്കിൽ നൂല് പോലെ ക്രാക്കുകൾ നൂല് പോലെ ഈ മെറ്റീരിയൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പെനിട്രൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ നൂലുകളിൽ ക്യാപ്പിലാരിറ്റി കാരണം നൂലുകളിൽ നമ്മൾ ഈ കളറ്, ഈ പെനിട്രൻറ്റിൻ്റെ കളറ് വരികയും അവ നമുക്ക് മിസ്ലീഡിങ് ആയിട്ട് വരികയും ചെയ്യും. പിന്നീട് നമുക്ക് ആവശ്യം ക്ലീനിങ്ങിന് ശേഷം നമുക്ക് ആവശ്യമായി വരുന്ന പെനിട്രൻ്റാണ്. പെനിട്രൻറ്റിന് പൊതുവേ റെഡിഷ് അല്ലെങ്കിൽ ഒരു പിങ്ക് കളറിലുള്ള ഒരു ലിക്വിഡ് ആയിരിക്കും. പെനിട്രൻറ്റ് എന്താണെന്ന് വെച്ചാൽ പെനിട്രൻ്റാണ് ഈ ക്യാപ്പിലറി ആക്ഷൻ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ടെസ്റ്റ് സ്പെസിമെനില്ലേ, ആ ടെസ്റ്റ് സ്പെസിമെനിലേക്ക് നമ്മൾ ഈ പെനിട്രൻറ്റ് അപ്ലൈ ചെയ്യുന്നു. പെനിട്രൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫുൾ ത്രൂ ഔട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെ ക്രാക്കുകളുണ്ടോ, എവിടെയൊക്കെ ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ടോ, ഇവയിലേക്കെല്ലാം നമ്മൾ ഈ പെനിട്രൻറ്റ് അകത്തേക്ക് കടന്നുപോയി അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നീട് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം പെനിട്രൻറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇത് അകത്ത് കടന്നു പോകാൻ വേണ്ടി. ആ സമയം കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സസ് ആയിട്ട് പുറത്ത് നിൽക്കുന്ന സകല പെനിട്രൻറ്റിനെ നമ്മൾ റിമൂവ് ചെയ്യും. നമ്മൾ ഒരു ലിൻഡ് ഫ്രീ ക്ലോത്ത്, മുമ്പ് പറഞ്ഞ പോലെ ലിൻഡ് ഫ്രീ ക്ലോത്ത് കൊണ്ട് നന്നായിട്ട് റിമൂവ് ചെയ്യും. അതിന് ശേഷം അതേപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ നമ്മൾ അല്പം ക്ലീനർ അടിച്ച് ഒന്നുകൂടി വൃത്തിയായിട്ട് പുറത്ത് യാതൊരു തരത്തിലും നമുക്ക് പെനിട്രൻറ്റിൻ്റെ കളർ കാണാൻ സാധിക്കാത്തതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യും. പക്ഷേ അത് ഒരുപാട് ക്രാക്കിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന പെനിട്രൻറ്റിനെ കളയുന്ന തക്കത്തിൽ നനച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല. പകരം ജസ്റ്റ്
നമ്മുടെ പുറത്ത് ഉണ്ടായിരുന്ന പെനിട്രൻറ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മളത് ക്ലീൻ ചെയ്യും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിടെയൊക്കെയാണോ ക്രാക്കുകളുള്ളത് ആ ക്രാക്കുകൾക്കുള്ളിലെല്ലാം പെനിട്രൻറ്റ് അക്യുമുലേറ്റഡ് ആയിട്ടുണ്ടാവും. അത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, അത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഈ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ടെസ്റ്റ് പ്ലേറ്റിന് മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സ്പെസിമിന് മുകളിലേക്ക് ഡെവലപ്പർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചോക്ക് പൗഡർ പോലിരിക്കും. അതായത് നമ്മളൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ ഉടുപ്പുകളിൽ, നമ്മുടെ ഷർട്ടുകളിലൊക്കെ നമ്മുടെ പേന മഷിയൊക്കെ വീഴുന്ന സമയങ്ങളിൽ നമ്മൾ ചോക്ക് കൊണ്ടുപോയി വെച്ച് കഴിയുമ്പോൾ ചോക്ക് നമ്മുടെ മഷീനെ വലിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ പെനിട്രൻ്റ് ഉള്ളിൽ പോയിരിക്കുന്ന നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ്റെ ഉള്ളിൽ പോയിരിക്കുന്ന പെനിട്രൻറ്റിനെ തിരിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ള എബിലിറ്റി ഉള്ള ഒരു സാധനമാണ് ഈ ഡെവലപ്പർ. ഓൾമോസ്റ്റ് ചോക്കിൻ്റെ ഫീൽ തന്നെയാണ് അത്. വെറ്റായിട്ടും ഡ്രൈ ആയിട്ടും കിട്ടും. ഈ പറയുന്ന ഡെവലപ്പർ ചോക്ക് പോലെ നമുക്ക് ചോക്ക് പൗഡർ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അതുകൂടാതെ വേണമെങ്കിൽ നമുക്ക് ക്യാനുകളിൽ അവൈലബിൾ ആണ്. ക്യാനുകളിലാണ് കൂടുതലും എളുപ്പത്തിനും കാര്യങ്ങൾ ഈ വർക്കിനൊക്കെ എളുപ്പമായതുകൊണ്ട് തന്നെ കൂടുതലും ഉപയോഗിക്കാറ് നമ്മുടെ ക്യാനുകളിൽ ലഭ്യമാകുന്ന ഡെവലപ്പറാണ്. നമുക്ക് ഡെവലപ്പറുകൾ ക്യാനുകളിൽ ലഭ്യമാണ്. മാഗ്നാഫ്ലെക്സ് പോലുള്ള കമ്പനികളുടെ ക്യാനുകളിലായിട്ട് നമുക്ക് ലഭ്യമാണ്. ഇതൊരു അല്പം വോളട്ടൈലായിട്ടുള്ള ലിക്വിഡ് ഫോമിലായിരിക്കും. നമ്മൾ ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് വാട്ടർ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് പോലെ ഫീൽ ചെയ്യുമെങ്കിലും ഇവ ഡ്രൈ ആവുന്നതോടുകൂടി ഒരു ചോക്ക് പൗഡറിൻ്റെ കളറിലേക്ക് അത് മാറി വരും. നമ്മൾ ക്ലീൻ ചെയ്ത് പെനിട്രൻ്റ് അപ്ലൈ ചെയ്ത് എക്സസ് ആയിട്ടുള്ള പെനിട്രൻ്റ് റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയൽ, നമ്മുടെ ടെസ്റ്റ് സ്പെസിമെൻ ഏതാണോ അവയ്ക്ക് മുകളിലേക്ക് നമ്മൾ പിന്നീട് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പിന്നീട് അപ്ലൈ ചെയ്യുന്നത് ഡെവലപ്പറാണ്. ഈ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ട്രാൻസ്പെറൻറ്റ് ലിക്വിഡായിട്ട് ഫീൽ ചെയ്യുന്ന അത് ഈ ക്യാനുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ക്യാനുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് കുലുക്കി ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇവ പൂർണ്ണമായും മിക്സ് ആയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ പെനിട്രൻ്റ് അപ്ലൈ ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പെസിഫിൻ്റെ മുകളിലേക്ക് നമ്മൾ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്നു. ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവ ഡ്രൈ ആകുന്നതിൻ്റെ കൂടെ നമ്മുടെ ക്രാക്കുകൾക്കുള്ളിൽ പെട്ടുപോയിരിക്കുന്ന പെനിട്രൻറ്റിൻ്റെ അംശം, അതായത് ആ പെനിട്രൻറ്റിനൊക്കെ നമുക്കറിയാം റെഡ് അല്ലെങ്കിൽ റോസ് കളർ ഉണ്ടാവും. ആ പെനിട്രൻറ്റിനെ എല്ലാം ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ ആ ക്യാപ്പിലർ ഹോളുകളിൽ നിന്ന് തിരിച്ച് ഡെവലപ്പർ വലിച്ചെടുക്കുന്ന കാണാം. ഈ ഹോളുകളിൽ നിന്ന് നമ്മുടെ ഡെവലപ്പർ ഈ റെഡ് കളറിലുള്ള പെനിട്രൻറ്റിനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന കാണാം. നമുക്ക് ആ ക്രാക്കിൻ്റെ അത്രയും നീളത്തിൽ എത്ര നീളത്തിൽ ക്രാക്ക് ഉണ്ടോ അത്രയും നീളത്തിൽ നമുക്ക് ഈ മാർക്കിങ്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പോറോസിറ്റീസ് ആണെങ്കിൽ അത് ഡോട്ടഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എക്സ്ട്രാ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്ത് കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പരിധിയിൽ കൂടിയ ഡെപ്തുകളൊന്നും തന്നെ നമുക്ക് ഈ പറയുന്ന പെനിട്രൻ്റ് ടെസ്റ്റിംഗ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് സർഫസിനോട് അടുത്തുള്ള ക്രാക്കുകളൊക്കെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടുതലുണ്ടെങ്കിൽ അത് മറ്റ് മെത്തേഡുകളിൽ കൂടെ ആയിരിക്കും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ത് ഡെപ്ത് ഉണ്ട്, ഏത് അളവിലേക്ക് അത് പോയിട്ടുണ്ടെന്നൊക്കെ അറിയണമെങ്കിൽ RT അല്ലെങ്കിൽ UT ഒക്കെ ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. എങ്കിലും സർഫസ് ഓപ്പൺ ആയിട്ടുള്ള ക്രാക്കുകളൊക്കെ നമുക്ക് അവിടെ ഉണ്ട് ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ നീളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുറത്ത് എത്ര നീളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഉള്ളിലെ നീളവും ഈ വലിപ്പവും ഒന്നും നമുക്ക് അത്രത്തോളം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് പുറത്ത് എത്രത്തോളം നീളത്തിൽ ആ ക്രാക്കുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മെത്തേഡ് PT പെനിട്രൻ്റ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ലിക്വിഡ് പെനിട്രൻ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ മെത്തേഡ് ഒരിക്കലും പോറസ് ആയിട്ടുള്ള വുഡ് പോലുള്ള മെറ്റീരിയലുകളിൽ ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഒരുപാട് പോറോസിറ്റീസും അതുപോലെ തന്നെ ക്യാവിറ്റീസും ഉള്ള മെറ്റീരിയലുകളിൽ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ് അകന്നിരിക്കുന്ന അങ്ങനെയുള്ള മെറ്റീരിയലുകളിൽ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ഇൻഡിക്കേഷൻസ്, ഒരുപാട് അനാവശ്യമായ ഇൻഡിക്കേഷൻസ് കാണിക്കും. അതുകൊണ്ട് തന്നെ ഹൈലി പോറസ് ആയിട്ടുള്ള മെറ്റീരിയലുകളിൽ ഒന്നും തന്നെ നമുക്ക് ഈ PT ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുപോലെ കുറച്ചേറെ ഡ്രോബാക്സ് ഇതിനുണ്ട്. സർഫസ് ഓപ്പൺ അല്ലാത്ത ഒരു ക്രാക്കുകളും നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ സർഫസിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ക്രാക്കുകൾ മനസ്സിലാക്കാൻ ഏറ്റവും ചീപ്പായിട്ട് സാധിക്കുന്ന മെത്തേഡ് ഇതാണ്. ഒരുപാട് നമുക്ക് ഒത്തിരി അറിവൊന്നും വേണ്ട.
ഒരു ക്രാക്കിൻ്റെ ലെങ്ത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് ക്രാക്കാന്ന് മനസ്സിലാക്കാനോ നമുക്ക് വിസിബിളി അത് കാണാൻ പറ്റും. വിഷ്വൽ ഇൻസ്പെക്ഷൻ കൊണ്ട് തന്നെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ ഇവയ്ക്ക് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പെനിട്രൻ്റ് അല്ലെങ്കിൽ ഡെവലപ്പർ ഇവയെല്ലാം കെമിക്കലി മെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പലർക്കും അലർജീസ് ഉണ്ടാവാം, പലർക്കും ചെറിയ ചെറിയ ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ ടാങ്കികളിലെ കാര്യങ്ങളിലൊക്കെ വോൾട്ടൈൽ ലിക്വിഡ് ഇത് ഫ്ലെയിമബിലിറ്റി ഉണ്ടാക്കാം. വളരെ കൂടിയ അളവിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഉണ്ടാവാം ഒരു ഫ്ലെയിമബിലിറ്റിക്കുള്ള ചാൻസ്. അത് വളരെ വളരെ റെയറാണ്. അത്രയും കൂടുതൽ ഉപയോഗിച്ച് വല്ല അക്യുമുലേറ്റ് ചെയ്ത് വല്ല നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത പക്ഷേ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. കൂടാതെ നമുക്ക് ഇവ ക്ലീൻ ചെയ്യാൻ, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുന്ന ക്ലോത്ത് ഇവയൊക്കെ നമ്മൾ അലക്ഷ്യമായിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റേതായ ഡ്രോബാക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡ്രോബാക്കുകൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും മിനിമം റിക്വയർമെൻറ്റ് മിനിമം എക്സ്പെൻസിൽ നമുക്ക് നമ്മുടെ ഒരു മെറ്റീരിയലിൽ ഒരു ക്രാക്ക് ഉണ്ട്, ഒരു വാട്ടർ ലൈനൊക്കെയാണ്. അപ്പം അവയ്ക്ക് അകത്ത് ഇൻറ്റേർണൽ ഇൻറ്റേർണൽ ആയിട്ടുള്ളതിനേക്കാൾ കൂടുതലും പുറത്ത് ക്രാക്ക് ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി. ഇത്രയും ക്രാക്കുകൾ ഉണ്ടെങ്കിൽ ഇത് ഡെവലപ്പായി പിന്നീട് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു കണ്ടീഷനിലൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു മെത്തേഡാണ് PT. പെനിട്രൻ്റ് ടെസ്റ്റിംഗ് ചെയ്യേണ്ട രീതി, ആ സ്റ്റെപ്സ് നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ഏതാണോ അവ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുക. അത് നമ്മൾ ക്ലീനർ ഉപയോഗിച്ച്, അതല്ലെങ്കിൽ വാട്ടർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം ക്ലോത്ത് ഉപയോഗിച്ച് നന്നായി തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം പ്രോപ്പറായിട്ട് ക്ലീൻ ആയി എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പെനിട്രൻ്റ് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണി ഡയറക്ഷനിലായിട്ട് തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതല്ലെങ്കിൽ കൂടുതലായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. യൂണി ഡയറക്ഷനിൽ തന്നെ പെനിട്രൻ്റ് അപ്ലൈ ചെയ്ത് ഈ പെനിട്രൻ്റ് ഉള്ളിലേക്ക് കയറാൻ, അതായത് നമ്മുടെ ക്രാക്കുകൾക്കുള്ളിലേക്ക് കയറാനുള്ള സമയം നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞ് അതിനെ നമ്മൾ ഡ്വൽ ടൈം എന്ന് പറയും. അത് വ്യത്യസ്തമായിരിക്കും. വ്യത്യസ്തമായ ടെമ്പറേച്ചറുകൾക്ക് നമ്മുടെ സാഹചര്യങ്ങൾക്ക്, ഇപ്പം ചൂടുള്ള രാജ്യങ്ങളിലോ തണുപ്പുള്ള രാജ്യങ്ങളിലോ ഒക്കെയുള്ള സെയിം മെറ്റീരിയൽ ആണെങ്കിൽ പോലും അതിന് കൊടുക്കുന്ന സമയം, അതായത് തണുപ്പാണെങ്കിൽ കൂടുതൽ സമയം വേണ്ടി വരും ഇതൊന്ന് ഡ്വൽ ആകാൻ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനും ഇതൊന്ന് ഡ്രൈ ആയി വരാനും ഒരു കൂടുതൽ സമയം വരെ 10 to 20 minutes ആണ് നമ്മൾ ഡ്വൽ ടൈം പറയുന്നത്. അത് ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് 10 അല്ലെങ്കിൽ 5 minutes കൊണ്ട് തന്നെ, ചിലപ്പം നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 5 minutes കൊണ്ട് തന്നെ അത് നന്നായിട്ട് ഡ്രൈ ആകും. ഓക്കെ, ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. എന്നാലും ഒരു പരിധി വരെ പൂർണ്ണമായും ഡ്രൈ ആയി പോകുന്നതിന് തൊട്ട് മുമ്പത്തെ നിമിഷം വരെ നമുക്ക് ഡ്യുവൽ ടൈം ആയിട്ട് കൊടുക്കാം. പക്ഷേ കംപ്ലീറ്റ്ലി ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് ചിലപ്പം കിട്ടണമെന്നില്ല. അകത്ത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡെവലപ്പർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവ പുറത്ത് വരില്ല. പക്ഷേ വളരെ കുറച്ച് ആയിട്ട് കൊടുക്കരുത്. നമ്മൾ അത് ഡ്രൈ ആവുന്നതിന് തൊട്ട് മുന്നത്തെ നിമിഷം വരെ ആ ഒരു അറിവിലൂടെ നമുക്കത് റെഗുലർ പ്രാക്ടീസിലൂടെ മനസ്സിലായി വരും. അത് ആ ഒരു സമയം വരെ നമുക്ക് ഡ്വൽ ടൈം കൊടുക്കാം. ആ ഡ്വൽ ടൈം കൊടുത്തതിന് ശേഷം നമ്മൾ എക്സസ് ആയിട്ടുള്ള പുറത്ത് കാണാൻ പറ്റുന്ന പെനിട്രൻസിനെ എല്ലാം റിമൂവ് ചെയ്യുന്നു. നമ്മൾക്ക് ലിൻഡ് ഫ്രീ ക്ലോത്ത് കൊണ്ട് റിമൂവ് ചെയ്യുന്നു. ലിൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഇല്ലാത്ത ചില ഇൻഡിക്കേഷൻസ് ഒക്കെ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ലിൻഡ് ഫ്രീ ആയിട്ടുള്ള ക്ലോത്തുകൾ, നൂല് പുറത്ത് വരില്ലാത്ത ക്ലോത്തുകൾ വെച്ച് നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഒരല്പം ക്ലീനറും കൂടെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യുന്നു. അന്നേരം തന്നെ നമ്മുടെ സ്പെസിമെൻ നല്ല അത്യാവശ്യം ക്ലീനായിട്ട് ഇരിപ്പുണ്ടാവും. നമുക്ക് പെനിട്രൻസ് ഒന്നും തന്നെ പുറത്തൊന്നും കാണാൻ സാധിക്കില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡെവലപ്പർ എടുത്ത് ഈ പെനിട്രൻ്റ് അപ്ലൈ ചെയ്തതുപോലെ തന്നെ യൂണി ഡയറക്ഷനിലായിട്ട് യൂണിഫോം ആയിട്ട് നമ്മൾ ഡെവലപ്പർ അപ്ലൈ ചെയ്യുക. ഡെവലപ്പർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സംഭവിക്കും. ഡെവലപ്പർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പർ പയ്യെ ഡ്രൈ ആയി വരുന്നതിനോട് കൂടെ തന്നെ നമ്മുടെ പെനിട്രൻസ്, നമ്മുടെ ക്രാക്കുകളിലുണ്ടായിരുന്ന പെനിട്രൻസ് പയ്യെ പുറത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ പുറത്തേക്ക് വരുന്നിടത്തെല്ലാം നമുക്ക് ക്രാക്കായിട്ട് അതിന് ലെങ്ത്തിൽ തന്നെ നമുക്കത് ബ്ലീഡ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പോറോസിറ്റീസ് ഉണ്ടെങ്കിൽ ആ പോറോസിറ്റീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ എക്സസ് നമ്മൾ ഡ്വൽ ടൈം കുറച്ചാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പെനിട്രൻസ് പുറത്ത് വരുന്ന ബ്ലീഡിങ്ങിന് എക്സസ് ബ്ലീഡ് ആയിരിക്കും. എക്സസ് ബ്ലീഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്രാക്ക് നല്ല നീറ്റായിട്ട് കാണാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് വൈഡനായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് കൃത്യമായ ഡ്വൽ ടൈം കൊടുക്കണമെന്ന് നമ്മൾ പറയുന്നത്.
അതിനുശേഷം നമുക്ക് എത്രത്തോളം ഇപ്പം നമ്മൾ ക്രാക്കുകൾ കാണുകയാണെങ്കിൽ, ഈ ബ്ലീഡ് ചെയ്ത് ക്രാക്കുകൾ കാണുകയാണെങ്കിൽ ആ ക്രാക്കിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ നമുക്ക് സ്കെയിൽ വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിലൊരു ട്രാൻസ്പെറൻറ്റ് ടേപ്പ്, സെല്ലോ ടേപ്പ് പോലുള്ള ടേപ്പുകൾ വെച്ച് നമുക്ക് ആ മാർക്കിങ് വേണമെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റും. ജസ്റ്റ് അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മാർക്കിങ് അത്തേലേക്ക് മാറും. അപ്പം നമുക്ക് ലെങ്ത്ത് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. തീരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നതാണ് പെനിട്രൻറ്റ് ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് പറയുന്നത്. നമ്മൾ വരച്ചിടണം എവിടെയാണോ ക്രാക്ക് ഉണ്ടായത്, എന്തോരം നീളം ഉണ്ടെന്നുള്ളത് അത് ഏതെങ്കിലും ചോക്ക് വെച്ചിട്ട് നമ്മൾ വാക്സ് പോലുള്ള ചോക്കുകൾ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിടുകയാണ് പതിവ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അവിടെ ഉണ്ടാകുന്ന ഇത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. അതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് ക്ലീൻ ചെയ്യണം. നമ്മുടെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വൃത്തിയായിട്ട് നമ്മുടെ ജോയിൻറ്റുകളിൽ PT ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങൾ, അതായത് ഡെവലപ്പർ, അതുപോലെ തന്നെ പെനിട്രൻറ്റ്, ഇവയൊക്കെ നമുക്ക് എക്സസ് ആയിട്ടുള്ളത് നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ സൈറ്റിൽ നിന്ന് പോകാൻ പാടുള്ളൂ. കാരണം ഇവയൊക്കെ പിന്നീട് എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുമല്ല, ഈ പ്രോട്ടോക്കോൾ നമ്മൾ ASND ആണ് ഫോളോ ചെയ്യുന്നത്. ASNDയുടെ പ്രോട്ടോക്കോളിൽ ഇവയൊക്കെ ഉള്ളതാണ്. കൃത്യമായിട്ട് വൃത്തിയായിട്ട് അതിനെ ഹാൻഡിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞതിന് ശേഷവും ഇവ നീറ്റായി തന്നെ ഉണ്ടാവണം. എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്യാൻ ചെന്നത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിലും ബെറ്ററായിട്ട് തന്നെ ഇവയെ അവിടെ കീപ്പ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ PT ചെയ്യുന്നത്. പെനിട്രൻറ്റ് ടെസ്റ്റിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമുക്ക് കമൻ്റ് ഒന്ന് ചെയ്യുക. പിന്നീട് നമുക്ക് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് ഉണ്ട്, റേഡിയോഗ്രാഫിക് ടെസ്റ്റിംഗ് ഉണ്ട്, അൾട്രാസോണിക് ടെസ്റ്റിംഗ് ഉണ്ട്. ഇങ്ങനെയുള്ള ടെസ്റ്റിങ്ങുകളുടെ വീഡിയോസൊക്കെ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഇവയെക്കുറിച്ചുള്ള സംശയങ്ങൾ താഴെ പറയുക, ഞാൻ കൃത്യമായ റിപ്ലൈസ് തരാം. പുതിയൊരു ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.